ഇനി ഏതെങ്കിലും സ്വതന്ത്ര ചിന്തകൻ, ഏതെങ്കിലും നവനാസ്തികൻ, ഏതെങ്കിലും എക്സ് മുസ്ലിം ഇത് മ്ലേച്ഛമായ പരിപാടിയാണ്, ഇത് അറപ്പുളവാക്കുന്ന പരിപാടിയാണ്, ഇത് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്, ഇത് ഡെസ്പിക്കബിൾ ആയിട്ടുള്ള പരിപാടിയാണ്, ഇത് മോശം പരിപാടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ടത് പറയിപ്പിക്കുന്നത് സ്വതന്ത്ര ചിന്തയുടെ തെളിവിന്റെ പിൻബലമല്ല. അതിനപ്പുറം മതം മനുഷ്യന് നൽകിയ ധാർമ്മിക ബോധം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടും ആ ധാർമ്മിക ബോധം പൊതുബോധമായി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടും അവർ പോലും അറിയാതെ ആ പൊതുബോധം അവരെ ശക്തമായി സ്വാധീനിക്കുന്നത് കൊണ്ടുമാണ് അവർ ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, തെറ്റാണെന്ന് അവരെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം. അല്ലാതെ സ്വതന്ത്ര ചിന്തയിലൂടെ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. ലോകത്ത് ഒരു നാസ്തികനും, ലോകത്ത് ഒരു സ്വതന്ത്ര ചിന്തകനും, ലോകത്ത് ഒരു എക്സ് മുസ്ലിമിനും ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ യുക്തിയുടെ അടിസ്ഥാനത്തിലോ ഒരിക്കലും അവർക്ക് എന്ത് തെളിയിക്കാൻ പറ്റില്ല. ഇൻസെസ്റ്റ് സെക്സ് ഇമ്മോറൽ ആക്ടിവിറ്റിയാണ്, ബ്ലഡ് റിലേറ്റീവ്സ് തമ്മിലുള്ള ലൈംഗിക ബന്ധം വെറുക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് സമർത്ഥിക്കാൻ ജന്മത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകന് സാധ്യമാവില്ല, ഒരിക്കലും കഴിയില്ല. ഇന്ന് നവനാസ്തികതയും സ്വതന്ത്ര ചിന്തയും നേരിടുന്ന ഏറ്റവും വലിയ കുരുക്കാണത്.